അങ്ങനെ ഭർത്താവിന്റെ വീടിന് മുന്നിൽ സമരം ചെയ്ത ഭാര്യയ്ക്കെതിരെ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരന്റെ ഭാഗം ന്യായീകരിച്ചാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പോ ഡയറക്ട്ലി പുള്ളിക്കാരൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയല്ല ചെയ്ത്, ചില യൂട്യൂബേഴ്സ് പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനു മുമ്പ് സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഡോക്ടർ ആയിഷ മുഹമ്മദ് ഈ ഭർത്താവിന്റെ വീടിന് മുന്നിൽ സമരം ചെയ്യുകയാണ്. അതിന്റെ ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഐഷ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അടുത്ത് പറയാതെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു. അതിന്റെ പേരിലാണ് സ്വന്തം ഭർത്താവിന്റെ വീടിന് മുന്നിൽ ഈ ആയിഷ മുഹമ്മദ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കെട്ടുകയോ കെട്ടാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, പുള്ളിക്കാരി പറയുന്നത് ഭർത്താവ് വേറെ കെട്ടി ജീവിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തരാനുള്ള സ്വർണം 100 പവൻ സ്വർണം കൊടുത്താണ്, 15 ലക്ഷം രൂപയും 100 പവൻ സ്വർണവും കൊടുത്താണ് ആയിഷയെ കല്യാണം കഴിച്ചത്. ആ പണവും സ്വർണവും തിരിച്ചു വേണോ എന്നുള്ള രീതിയിലാണ് സമരം ചെയ്യുന്നത്. അതുകൂടാതെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു ഫുൾ വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കണ്ടാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിനെല്ലാം പിന്നാലെയാണ് ഈ ആയിഷ മുഹമ്മദിന്റെ ഭർത്താവ് തന്റെ ഭാഗം ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് പ്രണയ വിവാഹമായിരുന്നു, 10-12 വർഷങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിച്ചത്. ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലാതായിരുന്നു ഈ വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നുള്ള പിന്തുണ കിട്ടിയിട്ടില്ലായിരുന്നു വിവാഹത്തിന്. അതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ മംഗലാപുരത്ത് താമസിക്കാൻ പോയി. കുറച്ചു കാലം ഇവര് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് താമസിച്ചു. പിന്നെ പോകെ ഇവർക്കിടയിൽ കുറെ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവസാനം അതൊക്കെ സോൾവ് ചെയ്യാൻ പോലീസുകാർക്ക് വരെ ഇടപെടേണ്ട അവസ്ഥ എത്തി. അതിനിടയ്ക്ക് ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. പിന്നെ പെൺകുഞ്ഞിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്ക് നിരന്തരം തുടർന്നതോടുകൂടി രണ്ടുപേരും കുറച്ചു കാലം മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2022 ആയ സമയത്ത് രണ്ടുപേരും പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങി. അതിനുശേഷം ഇന്നേ വരെ രണ്ടുപേരും ഒരുമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ഭർത്താവ് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി. ആ റിലേഷൻഷിപ്പ് പിന്നീട് വിവാഹത്തിലേക്ക് എത്തി. അപ്പോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ല, ഒരു യൂട്യൂബർ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്ത് കുറെ നേരം സംസാരിച്ച് കിട്ടിയ വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ആ പുള്ളിക്കാരൻ യൂട്യൂബർ ചെയ്ത വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പ് സൈഡിൽ കൊടുക്കാം. ആയിഷ അലി ദമ്പതികളുടെ പ്രശ്നത്തില് ഇന്ദ്രനാണ് ആയിഷയോടും അലിയോടും രണ്ടാം ഭാര്യയോടടക്കം ചുറ്റുപാടിലുള്ള 1-2 വ്യക്തികളോടും സംസാരിച്ച്, ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതന്നായിരുന്നു പരിപാടി. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ദമ്പതികൾ നിരപരാധികളാണ്. ഇവരറിയാതെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. ആയിഷയെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലകപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്ക വരെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതില് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാൻ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചിട്ടുള്ളതുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഈ രണ്ടുപേരുടെയും കൺസെന്റ് ഇല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. രണ്ടുപേരും എനിക്ക് മനസ്സിലായ രീതിയിൽ വീഡിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുള്ളി വോയിസ് ഇടാൻ പെർമിഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാനത് ഇടും. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ദമ്പതികളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഈ ഒരു കല്യാണത്തോട് അലിയുടെ വീട്ടുകാർക്ക് മാത്രം സമ്മതമില്ല. അതുമല്ല, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹസ്ബൻഡിന്റെ ബന്ധുവിന്റെ ഒരു വോയിസ് ക്ലിപ്പും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടെ കേട്ടിട്ടുണ്ട്. അതെന്നെ പറയട്ടെ. ആക്ച്വലി ഏതെങ്കിലും സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് 2 സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇതിൽ ശരിക്കും 2 സൈഡല്ല, 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവരുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ഇവർ ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്ന ഒരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗൺ ആയി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഒരു
സമരത്തിലേക്കൊക്കെ ഇവർ ഇറങ്ങി തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6 വർഷം കഴിഞ്ഞല്ലോ, ഇവരിപ്പോൾ ഇറങ്ങി തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കമുണ്ടായ സമയത്തിന് ഇവർ കൊടുത്തിരുന്ന ഒരു കേസ് ഉണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവർ വെച്ച ഡിമാൻഡ് എന്ന് അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടൊരു ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിയെക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അലിയുടെ അതായത് അലിയുടെ ഉപ്പാടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലിനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തത്. അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലും ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ. ഭർത്താവിന്റെ ഉപ്പാക്ക് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഭർത്താവ് തന്നെ നിരന്തരമായി പീഡിപ്പിച്ചു എന്നാണ് കേട്ടത്. അങ്ങനെയാണ് ഞാൻ കേട്ടത്. വേണമെങ്കിൽ ആ ഭാഗം ഒന്ന് വെച്ചുതരാൻ കണ്ടു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും ഒരു കുട്ടിയുള്ള എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ. അപ്പൊ എല്ലാരും കൃത്യമായിട്ട് കേട്ടല്ലോ. ഭർത്താവിന്റെ ഉപ്പാക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഭർത്താവ് ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി കുട്ടിയെ നന്നായി നോക്കിയില്ല, ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ബന്ധം അയാളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത്. കുട്ടിയെ കൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം റീലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് കുട്ടിയെ നന്നായിട്ട് എങ്ങനെ നോക്കുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതും അവള് മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ ഇത്ര ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴിച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റേ EPB ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ. പക്ഷെ ഇവിടെ ഈ വീടിന് മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ്. അപ്പൊ ഐഷ സമരം തുടങ്ങിയത് ഭർത്താവിന്റെ വീടിന് മുന്നിലാണ്. അതായത് പിന്നെ ഭർത്താവിന്റെ ഉപ്പയും ഒക്കെ താമസിക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിന് മുന്നിലാണ് സമരം തുടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഈ ഹസ്ബൻഡും ഉപ്പയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാണ് താമസിക്കുന്നത്. ഈ ഐഷയെ കല്യാണം കഴിച്ചത് മുതൽ ഈ ഉപ്പ ഈ ഭർത്താവിനോട് തെറ്റിപ്പിരിഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പോഴും അവർ മിണ്ടിയിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പിന്നെ ഭർത്താവിന്റെ വീടിന് മുന്നിൽ സമരം ചെയ്യാതെ ഭർത്താവിന്റെ ഉപ്പാടെ വീടിന് മുന്നിൽ പോയി സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ്.
അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തില് ഭർത്തൃ വീടെന്ന് പറയുന്നത് ഭർത്താവിന്റെ ഉപ്പായും ഉമ്മയൊക്കെ താമസിക്കുന്ന വീടാണല്ലോ. സ്വാഭാവികമായിട്ട് അവിടെ പോയി സമരം ചെയ്യുമ്പോഴായിരിക്കുമല്ലോ കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടുന്നത്. അതിന് വേണ്ടി ആയിരിക്കണം ചിലപ്പോ ഇങ്ങനെ സമരം ചെയ്തത്. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും അഡീഷണൽ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണ്ണത്തിന്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ, 90 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ, ഞാനും ഫോട്ടോയുടെ അതിനകത്തിനും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിൽ ഇട്ടെന്ന് കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്, ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണമാവട്ടെ എന്തോ ആട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്, കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടറല്ല, അതിന് ശേഷം ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണക്ക് ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കായിട്ട്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും ഒരു വിവാദമായിട്ടുള്ള ഒരു വാർത്ത വരുന്നത്. തന്റെ സ്വർണം മുഴുവനും ഭർത്താവിന്റെ ആവശ്യങ്ങൾക്ക് എടുത്തു എന്നാണ് ഐഷ പറയുന്നത്. ആ സ്വർണം തനിക്ക് തിരിച്ചു വേണമെന്ന് തന്നെയാണ് ഐഷ ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ ഐഷ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഐഷയെ പുള്ളിക്കാരൻ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഈ ഭർത്താവ് MBBS പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ PG എടുക്കണമായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ഭർത്താവിന് ഭാര്യയുടെ പഠിപ്പും സ്വന്തം പഠിപ്പും എല്ലാത്തിനും വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, നല്ല പണം തന്നെ അതിന് ആവശ്യമുണ്ട്. അപ്പൊ ഈ ഭർത്താവിന് PG എടുക്കാൻ തന്നെ 50 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. ഐഷയുടെ പഠനത്തിന് എത്ര രൂപ ചെലവായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമല്ല. അതെല്ലാം ഐഷയുടെ സ്വർണത്തിൽ നിന്നാണ് എടുത്തത്. ഇതിനെക്കുറിച്ച് ആ യൂട്യൂബർ പറയുന്നുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ 100 പവനും 15 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്നാണ് ആയിഷ പറയുന്നത്. അത് അലിക്ക് PG എടുക്കാനായിട്ട് ചെലവാക്കിയെന്നാണ് ആയിഷയുടെ വാദം. പക്ഷെ അലി പറയുന്നത്, ഞാൻ അവളിൽ നിന്നും ആ ഒരു സ്വർണം മേടിച്ചിട്ടില്ല, പഠനത്തിന് വേണ്ടി ഞാൻ ലോൺ എടുത്തതാണ്, ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അലിയുടെ രണ്ടാമത്തെ വൈഫിനോട് ചോദിച്ചപ്പോഴും അലി പറഞ്ഞത് തന്നെയാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് പറയാനുള്ളത്. പക്ഷെ ആയിഷയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ചയിലായ അലിക്ക് PG എടുക്കാൻ ഞാൻ സംസാരിച്ചിടത്തോളം 50 ലക്ഷം ആവശ്യമായി വന്നു എന്നാണ് ആയിഷയുടെ വാദം. രണ്ടാമത്തെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 35 ലക്ഷമാണ് അലിക്ക് പഠനാവശ്യത്തിനായി വന്നത്, അത് ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് എന്ന രീതിയിലാണ് സംസാരം. പക്ഷേ ഇവിടെ ആയിഷ പറയുന്നത് ആ ഒരു ടൈമിൽ അലിയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും അലി വീട്ടുകാരുമായി ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ആയിഷ തന്നെയാണ് നോക്കിയത് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. പഠനാവശ്യങ്ങൾക്ക് മാത്രമല്ല, സാമ്പത്തികപരമായിട്ട് മറ്റാവശ്യങ്ങൾക്കും കാശ് ആയിഷ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ് ആയിഷ. അപ്പോ ഈ ഭർത്താവ് പറയുന്നത് ലോൺ എടുത്തിട്ടാണ് ഭർത്താവിന്റെ പഠനം മൊത്തം നടത്തിയത്, പക്ഷെ ഐഷയുടെ പഠനം മൊത്തം സ്വർണ്ണം എടുത്തിട്ടാണ് നടത്തിയതെന്നൊക്കെയാണ്. എന്തായാലും അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഐഷയുടെ 100 പവൻ വാങ്ങിച്ചു എന്നുള്ള ഒരു കാര്യം സത്യമാണ്. അത് മാന്യമായിട്ട് പുള്ളിക്കാരൻ തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അപ്പം അലിക്കെന്തോ സ്വർണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ കോട്ടിൽ എവിടെ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷ് ആയിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷെ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിനാണ് മനസ്സിലാവണില്ല. അത് ഇനി പലരുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല. പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിന്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത്? സംഭവം ശരിയാണ്. ഈ ഐഷയെ കല്യാണം കഴിച്ചത് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ആൾക്കാരാണ് ഈ ഭർത്താവിന്റെ വീട്ടുകാർ. ആ ഭർത്താവിന്റെ വീട്ടുകാരുടെ മുറ്റത്ത് പോയി സമരം ചെയ്ത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് വളരെ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരിക്ക് പ്രശ്നം എന്ന് പറയുന്നത് ഭർത്താവുമായിട്ടാണ്. അപ്പൊ ഭർത്താവിന്റെ വീടിന് മുന്നിലല്ലേ പോയി സമരം ചെയ്യേണ്ടത്? അവിടെയാണ് പന്തികേട്. എനിക്ക് തോന്നുന്നത് വേറൊരർത്ഥത്തിലും അലിനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞത് എല്ലാം കളവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും. ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂട്ടിച്ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണ് ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ട് പറയുള്ളൂ. ഞാനിത് അലിയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ നമ്മൾ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലിനെ അറിയുന്ന ആളുകൾ നൽകി എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാൻ ഇതാക്കാനൊക്കെ സാധിക്കും. അപ്പം അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു കേസ്
ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ലാസ്റ്റ് ചെളി വാരി എറിയുന്ന ഒരു അവസ്ഥയാകും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനി ആ പുള്ളിക്കാരി ഇറങ്ങും, ആ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരൻ ഇറങ്ങും, അങ്ങനെ വിഷയം വഷളാവുകയാണ് ചെയ്യുന്നത്. അതിലും ഭേദം ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ എത്തുന്നതല്ലേ. ഇങ്ങനെ സമൂഹത്തിൽ കൊടുത്തിട്ടത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ഐഷാനെ സപ്പോർട്ട് ചെയ്ത അലിനെ തെറി പറഞ്ഞു നിൽക്കും. ഇനിയിപ്പോൾ അലിയുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് മോശം പറയും. ഇങ്ങനെ സംഭവിക്കണം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ആകെ ഇടങ്ങാറാവുന്ന ആരാന്നറിയോ, ഇതിലൊരു പ്രശ്നത്തേക്കും ഇല്ലാത്ത ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരാണ്. അവർ അന്നേ ഇത് ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അലിനെ ഒഴിവാക്കി പെണ്ണിനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് സമരം എന്നുള്ള പേരിൽ കയറി വന്നിട്ട് മുമ്പാരത്തെ വീട്ടിലെ ആളില്ലാതെ കൊണ്ട് മുമ്പാരത്ത് വന്നിരുന്നിട്ട് അവിടുത്തെ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഈ അനിൽ ലത്തീഫ് എന്ന് പറയുന്ന ഭർത്താവ് ഈ ഭാര്യയെ വിളിച്ചിട്ട് ഒന്ന് സംസാരിക്കുക, ഒന്ന് നേരിട്ട് കാണുമെന്ന് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സ്വർണം ഇത്ര കാലയളവിനുള്ളിൽ തരാമെന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുക. എന്നിട്ട് സ്വർണം കംപ്ലീറ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതായിരിക്കും. അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇത് കണ്ടിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ